ഡെപ്യൂട്ടി മേയർ ഉദയ സുകുമാരൻ, പ്രിയങ്കരനായ വ്യവസായി KG എബ്രഹാം, അദ്ദേഹത്തെ ആദ്യം എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല, എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമാണ്. പക്ഷെ ഇവിടെ വരേണ്ട ഒരു കാര്യമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാവാതിരുന്നത്. വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥ പ്രമുഖരെ, പത്രമാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവരെയും കൊല്ലത്തേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ലോകത്ത് തന്നെ ഏറ്റവും വലിയ കായിക മത്സരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, അത് വള്ളംകളി തന്നെയാണ്. ഇത്രയേറെ മത്സരാർത്ഥികൾ ഒരു വള്ളത്തിൽ അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത് ലോകത്തിൽ വേറെ എവിടെയുമില്ല. അതുകൊണ്ട് തന്നെയാണ് വള്ളംകളിയും കേരളത്തിൻ്റെ മഹത്വവും പുറം രാജ്യങ്ങളിൽ വരെ പ്രകീർത്തിക്കപ്പെടുന്നത്. വിദേശികൾ, കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വിദേശികളുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമുക്കെല്ലാവർക്കും അറിയാം, ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കാരണം 2-3 പ്രാവശ്യം നമുക്ക് ഡേറ്റ് മാറ്റിവെക്കേണ്ടി വന്നു. ഒരു സന്ദർഭത്തിൽ ഈ 10-ാം തീയതി നടന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഈ പ്രാവശ്യം നടക്കില്ല എന്നുള്ള വരെ ഉള്ള ഒരു ചർച്ച വന്നിരുന്നു. പക്ഷേ നമ്മൾ വളരെ കൃത്യതയോടുകൂടി ഈ 10-ാം തീയതി നടത്താൻ തീരുമാനിച്ചു. അതിന് ഗവൺമെൻറ്റിന് ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇത്ര മനോഹരമായ കാഴ്ചയാണ് ഒരു കൊല്ലംകാർക്ക് ലഭിക്കുന്നത്. അതും പ്രധാനപ്പെട്ട 2 മത്സരങ്ങൾ ഒന്നിച്ച്, 2 ട്രോഫികൾ ഒന്നിച്ച്, പ്രസിഡൻസ് ട്രോഫിയും CBL-ഉം, രണ്ടും വാശിയേറിയ മത്സരങ്ങളാണ്. അതിൻ്റെ ഫൈനലാണ് കൊല്ലത്ത് നടക്കുന്നുള്ളതാണ് കൊല്ലത്തിന് ഏറ്റവും പ്രത്യേകതയും അഭിമാനവുമുള്ള കാര്യമാക്കി മാറ്റുന്നത്. സുദീർഘമായൊരു പ്രസംഗമില്ല, കാരണം ഇതിൻ്റെ മത്സരം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമൊക്കെ കൃത്യനിഷ്ഠയോടുകൂടി 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പാടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള കാര്യങ്ങളാണ് ശാസ്ത്രീയമായി ഇവിടെ ഇതിൻ്റെ ഫിനിഷിങ്ങും സ്റ്റാർട്ടിങ്ങും ഒക്കെ വെച്ചിരിക്കുന്നത്. ഇന്നലെ കുറുപ്പിയേട്ടൻ പറയുകയുണ്ടായി, കഴിഞ്ഞ പ്രാവശ്യം ഈ കൺപോളെ അടയ്ക്കുന്ന ഒരു നിമിഷം പോലും ഇതിനകത്ത് ഈ മെഷീനിൽ നമ്മൾ രേഖപ്പെടുത്തുകയും അതനുസരിച്ച് വളരെ വാശിയേറിയ മത്സരമാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. ഈ പ്രാവശ്യവും ഈ പോയിന്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിനേക്കാൾ വലിയ വാശിയേറിയ മത്സരമാകും നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു സൂചനയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കൊല്ലംകാരുടെ ഏറ്റവും വലിയ ഒരു കൊല്ലം, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആവേശമാണ് ഈ വള്ളംകളി. ഇനി ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ആവേശത്തിനുള്ള ആ ഒരു തയ്യാറെടുപ്പാണ് ഈ കാഴ്ച. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ മത്സരാർത്ഥികൾക്കും വിജയം ആഘോഷിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി.